ഹായ് ഗൈസ്, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈക്യുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസ് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് കയ്യെത്തും ദൂരത്ത്. ഓക്കെ, ഇതിനു മുമ്പുള്ള 4 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ക്ലാസ് കയറി കണ്ടു നോക്കുക. ഞാൻ വീഡിയോയുടെ എൻഡിൽ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ കയറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ആദ്യമേ കുട്ടിക്ക് അച്ഛൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ മുത്തച്ഛൻ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ചാപ്റ്റർ സ്റ്റാർട്ടാകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നോക്കിപ്പോകാം. കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജ്യോതിശാസ്ത്രജ്ഞരെന്ന് പറയുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനുമൊക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യർ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. ഓക്കെ, പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ പണ്ടുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു? നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചു, എന്നിട്ട് ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. ഓക്കെ, വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കി പണ്ടുള്ളവർ കണ്ടുപിടിച്ചിരുന്നു. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങൾ വളരെയധികം സഹായിച്ചിരുന്നു. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശം എന്താണെന്ന് പറയുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആഘോഷഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. നോക്കി, താഴെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആൽഫ സെൻറ്ററി 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആൽഫ സെൻറ്ററി 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്നും 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സൂര്യനെ നോക്കുകയെ, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭൂമിയാണെങ്കിലോ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ചന്ദ്രനാണെങ്കിൽ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ശരി, ഇനി നമുക്ക് ചില നക്ഷത്രഗണങ്ങളെ പരിചയപ്പെടാം. ആരൊക്കെയാണെന്ന് നോക്കിയേ. വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. എന്താണ്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രം ഏതാണ്? വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാവും. നോക്കിയേ, കണ്ടോ? ഒരു വേട്ടക്കാരൻ നിൽക്കുന്നത് പോലെ. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പം ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് എന്തിന് നൽകിയിരിക്കുന്നത്? നക്ഷത്രത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന ഒരു നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. അപ്പം ടെലസ്കോപ്പിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, അല്ലാതെ തന്നെ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. അപ്പം ഇന്ത്യയിൽ എങ്ങനെയാണ് സപ്തർഷികൾ എന്ന പേര് വന്നത്? 7 നക്ഷത്രങ്ങളെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെയാണ് സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ത് പറയും? ബിഗ് ഡിപ്പർ എന്ന് പറയും. ബിഗ് ഡിപ്പർ. അർസോ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണിത് കാണപ്പെടുന്നത്. അർസോ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഈ ബിഗ് ഡിപ്പർ നക്ഷത്രം കാണുന്നത്, സപ്തർഷികൾ കാണപ്പെടുന്നത്. അപ്പം ദൂരദർശിനിയുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് ആകാശത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്ന നക്ഷത്രങ്ങളെയാണ് 7 നക്ഷത്രങ്ങളെയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. ഇനി
വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് അതിനെ എന്തെന്ന് പറയും? ബിഗ് ഡിപ്പർ എന്നും പറയപ്പെടുന്നുണ്ട്. വേട്ടക്കാരൻ എന്തുമായിരുന്നു? ഡിസംബർ മാസത്തിൽ കാണാൻ പറ്റുന്ന സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ യോജിപ്പിക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് അതിന് വേട്ടക്കാരൻ എന്ന പേര് വന്നത്. ഓക്കെ, അടുത്തതായി ബഹിരാകാശ നിലയം. എന്താണ് ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ബഹിരാകാശത്ത് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും അതിനായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് എന്തെന്ന് പറയുന്നത്? ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഓക്കെ, ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ബഹിരാകാശത്ത് തന്നെ ഒരുക്കിയ പരീക്ഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞേക്കുക. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ഓക്കെ, ചന്ദ്രനെ കുറിച്ച് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ഓക്കെ, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. അപ്പം സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. അപ്പം സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇനി പല നക്ഷത്രങ്ങൾക്കും എന്തുണ്ട്? അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുണ്ട്, ഉപഗ്രഹങ്ങളുമുണ്ട്. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണെന്ത്? നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അപ്പം പ്രകാശിക്കാത്തത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. ഓക്കെ, അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു. ഓക്കെ, ഇനി നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ്? അപവർത്തനമാണല്ലേ. അപവർത്തനം. ശരി, അടുത്ത നോക്കൂ. സൗരയുധം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയുധത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ഓക്കെ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയുധത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് എന്തെന്ന് പറയുന്നത്? പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കി തരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കിയേ. കൃത്രിമോപഗ്രഹങ്ങൾ ഗതി നിർണ്ണയത്തിന് സഹായിക്കുന്നു, ആശയവിനിമയത്തിന് സഹായിക്കുന്നു, ശാസ്ത്ര പര്യവേക്ഷണങ്ങൾ, വിദൂര സംവേദനം, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അടുത്തത് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്? ഇൻസാറ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അല്ലേ, വാർത്താവിനിമയ ഉപഗ്രഹം. ഇനി എഡ്യൂസാറ്റ് ആണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എഡ്യൂസാറ്റ്. IRNSSO ഗതിനിർണ്ണയ ഉപഗ്രഹം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനമാണ്. GSAT-7 എമിസാറ്റും പ്രതിരോധ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ്. അപ്പം ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതിനിർണ്ണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7 ആൻഡ് എമിസാറ്റ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തതായിട്ട് നോക്കൂ. നാവിക്കിനെ കുറിച്ച് പറഞ്ഞേക്കുന്നു. നാം വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് എന്താണ്? നാവിക് എന്ന് പറയുന്നത്. നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് നാവിക്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം
GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. എന്താണ് GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം? എന്താണ്? IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, നാവികാണ്. ഓക്കെ. അടുത്തത് റോക്കറ്റുകളെ കുറിച്ച് പറഞ്ഞേക്കാണ്. ഒരു ന്യൂസ് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISRO. റോക്കറ്റുകൾ എന്താണ്? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ഒക്കെ ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. എന്തൊക്കെ പറയാം നമുക്ക് റോക്കറ്റുകളിൽ? നമ്മൾ രാജ്യം വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകൾ ഏതൊക്കെയുണ്ട്? SSLV ഉണ്ട്, PSLV ഉണ്ട്, GSLV ഉണ്ട്, അല്ലേ? അങ്ങനെ പലതരം റോക്കറ്റുകൾ നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ISROയെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ISRO കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആദ്യമേ തുമ്പയെക്കുറിച്ച് പറയുവാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനെ കുറിച്ച് പറയുവാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 സ്ഥാപിതമായത്. 1963 നവംബർ 21 സ്ഥാപിതമായി. SCERT തന്നാക്കുന്നതുകൊണ്ട് തന്നെ ഡേറ്റ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം 1963 നവംബർ 21 തുമ്പ സ്ഥാപിതമായത്. ഓക്കെ. തുമ്പയെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് നാമകരണം ചെയ്തത് ആരോടുള്ള ബഹുമാനാർത്ഥമാണ്? വിക്രം സാരാഭായിയോടുള്ള ബഹുമാനാർത്ഥമാണ്, അല്ലേ? തുമ്പയെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് നാമകരണം ചെയ്തത് 1972. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണ തറകളുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഉപഗ്രഹ വിക്ഷേപണങ്ങളും എവിടെ നിന്നാണ് നടക്കുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് നടക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന സ്ഥലമായതിനാൽ സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ഇവിടെ ലഭിക്കുന്നു. ഇപ്പം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? കേന്ദ്രീകൃത ബലം കൂടുതലായിട്ട് ലഭിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപഗ്രഹ വിക്ഷേപണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. സതീഷ് ധവാൻ്റെ ഓർമ്മയ്ക്കായിട്ട് 2002 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകിയത്. ഓക്കെ. സതീഷ് ധവാൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 2002 സതീഷ് ധവാൻ്റെ പേര് നൽകിയത്. വിക്രം സാരാഭായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കൂ. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ. ഇനി സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ, ബാംഗ്ലൂരാണ്. അടുത്തത് നോക്കിയേ. ചന്ദ്രയാത്രകൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യനെന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. എന്നാണ് 1969 ജൂലൈ 21 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചിരുന്നത്. ഇപ്പം 1969 ജൂലൈ 21. ISRO സ്ഥാപിതമായതെന്നാണ് 1969 ഓഗസ്റ്റ് 15. ശരി. ബഹിരാകാശ വാരം 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. എന്നല്ല, ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 എന്ന കൃത്രിമോപഗ്രഹം പോയതോടുകൂടിയാണ് ലോകത്തിൻ്റെ ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്.
അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചാരം നടക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങളെക്കുറിച്ച് പറയുവാണേ. ചന്ദ്രയാൻ 1. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണിത് വിക്ഷേപിച്ചത്. അപ്പം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എപ്പോഴാണ്? ഒക്ടോബർ 22, 2008. 2008 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തിരുന്നത്. അപ്പം ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചിട്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചാണ് ചന്ദ്രയാൻ 1 പഠനം നടത്തിയിരുന്നത്. എന്നാൽ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഇനി ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതോ? അതും ഒരു 22 തന്നെയാണ്, ജൂലൈ 22. ഓക്കെ, 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചന്ദ്രയാൻ 2വിൻ്റെ ലക്ഷ്യം. എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ ലക്ഷ്യം എന്തുവായിരുന്നു? ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുക. ഓക്കെ. രണ്ടാമത്തത് ചന്ദ്രനകത്തുള്ള പാറയുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ. ഇനി മൂന്നാമത്തത് ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ധ്രുവത്തിൽ, ഏത് ധ്രുവത്തിലാണ്? ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ഓക്കെ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 ആണെങ്കിൽ 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 ആണെങ്കിലോ 2023 ജൂലൈ 14. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ഓക്കെ. ഇനി ഇന്ത്യയുടെ മറ്റ് ദൗത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. മംഗൾയാൻ ഏതാണ്? ചൊവ്വ പര്യവേഷണ ദൗത്യമാണ്. ആദിത്യ L1 സൗര പര്യവേഷണമാണ്. ഗഗൻയാൻ ആണെങ്കിൽ ബഹിരാകാശ പര്യവേഷണമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കുറേ നമ്മൾ ബൈ ഹാർട്ട് ആക്കേണ്ടുന്ന ഫാക്ട്സാണ് ഈ പാഠത്തിൽ. ഒത്തിരി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറേ വർഷങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളുമൊക്കെ ബൈ ഹാർട്ടാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പൊതുവേ ഉള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി SCERT ക്ലാസ്സസ് ഞാൻ ബാക്കി 4 ചാപ്റ്റേഴ്സിൻ്റെയും പ്ലേലിസ്റ്റ് കൂടെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പിന്നെ SCERT ക്ലാസ്സസ് മാത്രമല്ല, നമ്മൾ PYQ ഡിസ്കഷൻസിനും ചെയ്യുന്നുണ്ട്. എല്ലാ എക്സാംസിൻ്റെയും PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ എക്സാംസും സ്പെഷ്യൽ എക്സാംസും ജനറൽ PSC എക്സാംസും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. താങ്ക് യു.